പോവലിൻ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. വെൽക്കം ടു ഹന്ന ബൈ ബാച്ചു. ഒരിടത്ത് വളരെ നന്നായി മൈലാഞ്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ധനികയായിട്ടുള്ള സ്ത്രീ അവരുടെ മകളുടെ കല്യാണത്തിന് മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ച്. ആ സ്ത്രീക്ക് ഭയങ്കര നിർബന്ധം ഡിസൈൻ തികച്ചും വ്യത്യസ്തമായിരിക്കണമെന്ന്. മൈലാഞ്ചിട്ട് തുടങ്ങിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മോളെ കൈവളയിൽ ഒരു വലിയ പശുവിന്റെ ചിത്രം വരക്കണം, അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ്. പെൺകുട്ടി കഷ്ടപ്പെട്ട് വളരെ മനോഹരമായിട്ട് ഒരു പശുവിനെ വച്ചു കൊടുത്ത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഇത് പോരാ, പശു പുല്ല് തിന്നുന്നതായിട്ട് വേണം വരക്കാനേന്ന്. അപ്പൊ എന്തായത് സ്ത്രീ ആ പെൺകുട്ടി വീണ്ടും എന്തായത് ആ ഭാഗത്ത് കുറച്ച് പുല്ലൊക്കെ വരച്ചു കൊടുത്തു. അപ്പൊ വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, ഇതിലൊരു കുറവുണ്ട്, പശുവിനെ നല്ല സന്തോഷമുള്ളതായി തോന്നുന്നില്ല. അവസാനം പെൺകുട്ടിക്കൊരു ബുദ്ധി വന്നി. അവൾ ആ പശുവിനെ മുഴുവനായിട്ടാണ് മായ്ച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നോക്കൂ. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, ഇതെന്താ മോളെ, എവിടെ പശുവിനെയും കാണാനില്ല, പുല്ലിനെയും കാണാനില്ലല്ലോ. പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, അത് പിന്നെ പശു പുല്ല് മുഴുവനും തിന്നു തീർന്ന് വയറു നിറഞ്ഞപ്പോ പടിയിറങ്ങി തൊഴുത്തിലേക്ക് പോയിന്ന്. അതുകൊണ്ട് ഇപ്പൊ അവിടെ പശുവില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞാലേ കേട്ടോളി. അനാവശ്യമായി കുറ്റവും കണ്ടുപിടുത്തങ്ങളും നിർബന്ധ ബുദ്ധിയുള്ളിടത്ത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തമാശയിലൂടെ അതിനെ നേടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പശു പുല്ല് തിന്നു പോയതുപോലെ അവസാനം കയ്യിൽ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഓക്കെ, ബൈ ബൈ.